ലിംഗ ഉദ്ധാരണ പവർ നഷ്ടപ്പെട്ടവർ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് ചുരുങ്ങിപ്പോയി, എന്തുകൊണ്ട് വണ്ണം കുറഞ്ഞു, എന്തുകൊണ്ടാണ് നമുക്ക് ടൈമിംഗ് ഇല്ലാത്തത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദമായിട്ടൊരു കാര്യമാണ് പറയുന്നത്. ഇത് ചികിത്സയാണ്. അതുകൊണ്ട് എടുത്ത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. വൈദ്യർ കരിന്തറ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജൂർ നമ്പീശമ്പടി. ലിംഗോദ്ധാരണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് സകല ആൾക്കാർക്കും നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് എന്താണ്, ചില ആളുകൾക്ക് വലതുഭാഗം തളർന്നു പോവുക, ചില ആൾക്കാർക്ക് ഇടതുഭാഗം തളർന്നു പോവുക. അങ്ങനെ അത് എന്താണെന്ന് വെച്ചാൽ സൂര്യനാഡി, ചന്ദ്രനാഡി എന്ന് പറഞ്ഞിട്ട് നാഡികളാണ്. അപ്പോൾ അതിന് ഒരു നാഡിയിലേക്ക് വേണ്ട ആ സർക്കുലേഷനിൽ ആ ഭാഗം മൊത്തം തലച്ചെങ്ങനെ ഇടുമ്പോൾ ചില കോഷ്ട പോലെയൊക്കെ വരും ചെയ്യും, കൈകാലുകൾക്ക് ബലമില്ലാത്ത ഒരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ ഒരു ഭാഗം തളർന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് ലിംഗത്തിനും. വർഷങ്ങളായിട്ട് ഉദ്ധാരണമില്ലാത്തവരും പെട്ടെന്ന് നഷ്ടപ്പെട്ടവരൊക്കെ ആദ്യം മനസ്സിലാക്കുക, ഈ ലിംഗബലം നഷ്ടപ്പെടുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല. അതെന്തെങ്കിലും ക്ഷീണം കൊണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഇത് ചുങ്ങിപ്പോവുക, വണ്ണം കുറയുക, അങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെതായ ആ രൂപഘടന തന്നെ മാറി വരുന്നത് ചിലപ്പോൾ 1-2 വർഷങ്ങൾക്ക് ശേഷമാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഓരോ തവണ ബന്ധപ്പെടുമ്പോഴും നമ്മുടെ ശരീരത്തിൽ നിന്നും ഉണ്ടാവുന്ന ഉള്ള പോഷകങ്ങളാണ് ഇതിലൂടെ എനർജി പോകുന്നത്. ആ പോഷകങ്ങളും അതിനുവേണ്ട ഹോർമോൺസും ഉദ്ധരിപ്പിക്കാനുള്ള ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള പോഷകം നമ്മളെ കയ്യിലില്ലാത്തതാണ് ഇതിന്റെ പ്രശ്നം. ആദ്യമൊക്കെ നമ്മൾ ഒരു ദിവസം 3 നേരം 2 നേരം ചെയ്തിരുന്ന ആൾക്കാർ പിന്നെ അത് 1 നേരമായി, 2 നേരമായി, 1 നേരമായി, പിന്നെ 1.5, പിന്നെ 3 ദിവസം കൂടുമ്പോഴായി, 4, പിന്നെ ആഴ്ചയിലായി, മാസങ്ങളായി, പിന്നെ അത് വേണ്ടാതെയായി, പറ്റാണ്ടായി. ഇങ്ങനെ വരികയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഓരോ തവണ ബന്ധപ്പെടുമ്പോഴും നമുക്ക് നമ്മുടേതായ ആ ഇതിന് വേണ്ടിയിട്ടുള്ള പോഷകം, നമ്മളിൽ നിന്നും എനർജി നഷ്ടപ്പെട്ടത് റിക്കവറാക്കാനുള്ള പോഷക ഭക്ഷണം നമ്മൾ കഴിക്കാത്തതാണ് പ്രശ്നം. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ എന്ത് കഴിച്ചാലും അതിന് അതിൻ്റേതായിട്ടുള്ള വൈറ്റമിനും അതിൻ്റെ ഔഷധ മൂല്യങ്ങളുമുള്ള ഭക്ഷണങ്ങളായിരുന്നു. ഇപ്പോൾ മരച്ചീനി, കൊള്ളിക്കിഴങ്ങ് എന്ന് പറയുന്നത് കഴിച്ചു കഴിഞ്ഞാൽ അത് നല്ല എഫക്റ്റാണ്. അതിൽ ഒരുപാട് പോഷകങ്ങളുണ്ട്. അതുപോലെ നമ്മൾ ഉണ്ടായിരുന്നതിനൊക്കെ നാച്ചുറൽ വളർച്ച എത്തിയിട്ടുള്ള പഴം പച്ചക്കറികളായിരുന്നു നമ്മൾ കഴിച്ചിരുന്നത്. ഇന്ന് നമ്മൾ കഴിക്കുന്നതിൽ ഒന്നിനും പോഷകങ്ങളില്ല, കൊഴുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ വെറും ചിക്കനും ഇതുപോലെ തന്നെയാണ്. ഒരു മാംസത്തിൻ്റെതായി കിട്ടേണ്ട ഒരു പോഷക കുറവ് അതിനുണ്ട്. അപ്പോൾ അതിലാണ് വെച്ചെങ്കിൽ ഈ പെട്ടെന്ന് വളരാനൊക്കെ ഉള്ള ഭക്ഷണത്തിലൂടെ ഈ ഹോർമോൺസും കാര്യങ്ങളൊക്കെയാണ്. അത് സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം വികാരം കൂടുതലും, പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ അത് വന്ധ്യത എന്നുള്ള രൂപത്തിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഇതിനെ റിക്കവർ ആക്കാൻ നിങ്ങൾ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ റിക്കവർ ആവൂല. ഏറ്റവും കുറഞ്ഞത് 90 ദിവസമെങ്കിലും നിങ്ങളിതിന് വേണ്ടി പരിശ്രമിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 6 മാസം വേണ്ടി വന്നേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ തകരാറിനനുസരിച്ചാണ്. ചില ആളുകൾക്ക് ലിംഗത്തിൽ രക്തോട്ടം ഉണ്ടാവില്ല. ആ ഞരമ്പുകളിലൊക്കെ ഈ വേരിക്കോസൊക്കെ വന്നടഞ്ഞ പോലെ ആ ഞരമ്പുകളൊക്കെ നേർത്ത ഞരമ്പുകളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് രക്തം ഓട്ടമില്ലാത്തത് കൊണ്ട് അതിലേക്ക് കറക്റ്റ് പമ്പിങ് കിട്ടാതെ വരും. അപ്പോഴും വേണ്ട രീതിയിലുള്ള ഉദ്ധാരണം കിട്ടില്ല. അപ്പോൾ ഈ ഇതിന് ഞരമ്പുകൾക്ക് ബലഹീനത വരും. ഞരമ്പുകളിൽ ഉണ്ടാകുന്ന ബലക്ഷയം വന്നു കഴിഞ്ഞാലും ഇത് റിക്കവറാക്കാൻ പറ്റും. അതിന് സമയം പിടിക്കും. അതാണ് ഒരു വാദം പിടിച്ചൊരു വ്യക്തി 2 വർഷമൊക്കെ ചികിത്സിച്ചിട്ടാണ് ചിലപ്പോൾ ഒരു കൈ തന്നെ ഒന്ന് ഇളക്കുക 2 വർഷമൊക്കെ മരുന്ന് കഴിച്ചിട്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഒരു ഭാഗം തളർന്നു പോയതിന്. ഇപ്പോൾ ഇടതും വലതും അല്ല, നമ്മുടെ നടുഭാഗത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് കാമസുഖമാണ്. ഈ കാമസുഖം അനുഭവിക്കാനുള്ള ആയുധമാണ് ഈ തളർന്നു കിടക്കുന്നത്. അപ്പോൾ ആ ഒരു സംഗതി റിക്കവർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം മരുന്ന് കഴിച്ചു, അയാളെ മരുന്നിന് ബലമില്ല, ഒരു ദിവസം 1 മാസം കഴിച്ചൊരു ബലമില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയണ്ട. നമ്മുടെ വീക്ക് അനുസരിച്ചിട്ടാണ് ഇതൊക്കെ ഫലം കിട്ടുക. ഇപ്പം നമ്മുടെ കയ്യിൽ വാജീകരണാദി തൈലുണ്ട്. ഈ തൈലം നമ്മൾ ലിംഗത്തിൻ്റെ മേലെ മൊത്തം പുരട്ടിയിട്ടതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നിന്നിങ്ങനെ ചാടണം. ഈ ചാടുക എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ പല ആളുകൾക്കും ഇത് അറിയില്ല. കാരണം ചില ആൾക്കാർ തുള്ളിക്കളിക്കുക, അങ്ങനെ ചാടുക എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും, ഇപ്പോൾ കോഴിക്കോട്, നമ്മുടെ കാസർഗോഡൊക്കെ വേറെ ആളുകൾക്ക് ഇത് വേറെ അർത്ഥമാണിതിന്.
അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചാടുക നമ്മൾ ഉദ്ദേശിക്കുന്നത് ലിംഗം കിടന്ന് ഇങ്ങനെ ആടണം. അതിനു വേണ്ടി നമ്മളിങ്ങനെ നിന്ന് ജമ്പ് ചെയ്യുമ്പോൾ ലിംഗം ഇങ്ങനെ ആടുമ്പോൾ അതിലേക്ക് ബ്ലഡിന്റെ സർക്കുലേഷൻ വന്നിട്ടാണ് ഇതിന് ഉദ്ധാരണ പവർ ഉണ്ടാവുക. ആ ഞരമ്പുകൾക്ക് എടുക്കേണ്ടായിരുന്ന വീക്ക് മാറുക. ചിലപ്പോൾ അത് ഒരാഴ്ച കൊണ്ട് ഫലം കിട്ടും, ചിലപ്പോൾ 3 മാസം പിടിക്കും. ഒരു പ്രാവശ്യം വാങ്ങി ഉപയോഗിച്ച് 4 ദിവസം ആകുമ്പോഴേക്കും നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞിട്ടാണ് നമ്മുടെ തൈലം കൊടുക്കുക. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, 2 ദിവസം ഉപയോഗിക്കുമ്പോൾ വൈദ്യരെ ഒരു ഗുണമല്ലല്ലോ, നിങ്ങൾ ഇങ്ങനെ പറ്റിച്ച് കാശുണ്ടാക്കണ നേരം വേറെ വല്ല പണിക്കുമ്പോൾ കൂടെ എന്തൊക്കെയാ പറയുന്നത്. ഇവർക്ക് ഇതാണ്ട് കഴിച്ചുകൊണ്ട് ഇപ്പം തന്നെ ഈ ഒലക്ക പോലെ ആവണമെന്ന് പറഞ്ഞാൽ നടക്കൂല. ഈ ഒലക്ക പോലെ ആവണമെങ്കിൽ നമ്മുടെ കരുത്ത് തന്നെയാണ് ഇതൊക്കെ. ഈ കരുത്ത് ഉണ്ടാവണമെങ്കിൽ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പോഷകങ്ങൾ കഴിച്ച് ഇതിൻ്റെ രക്തോട്ടവും കാര്യങ്ങളൊക്കെ ആയി ഒരു ഏത് ചൂടിൽ കാട്ടിയാലും ഉരുകാത്ത. കാരണം വെച്ചാൽ നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് യോനിയിലേക്ക് ലിംഗം ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ചൂടുണ്ട്. ഈ ചൂട് തട്ടി കഴിഞ്ഞാൽ സമയം പോവാത്ത തരത്തിലുള്ള ഒരു കരുത്തും കൂടി ഇതിന് ഉണ്ടാകുമ്പോഴാണ് ടൈമിങ്ങും ഇതൊക്കെ റിക്കവർ ആയിട്ട് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലിംഗോദ്ധാരണം നഷ്ടപ്പെട്ട വ്യക്തികളാണെങ്കിൽ നിങ്ങളൊരു മരുന്ന് ഏത് കമ്പനിക്കാരുടെ ആയിക്കോട്ടെ അത് ഉപയോഗിക്കുമ്പോൾ അതൊരു കോഴ്സായിട്ട് ഒരു 6 മാസമെങ്കിലൊക്കെ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. നിങ്ങളൊരു 3 മാസം കഴിച്ച് ചെറിയ മാറ്റം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ച് അതിനെ റിക്കവർ ആക്കി എടുക്കണം. ഇതെങ്കിലും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം തന്നെയാണ് പരാജയപ്പെടുക. ഇതിൻ്റെ പിന്നിൽ ഭാര്യ തെറ്റിപ്പോയവര്, ഭർത്താവ് തെറ്റിപ്പോയവര്, അതുപോലെ തന്നെ പല പല തരത്തിലും കുടുംബ കലഹ വിരോധങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ടാവുന്നത് ദാമ്പത്യ ജീവിത പരാജയം കൊണ്ടാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം നന്നായി സ്നേഹവും നല്ല തിന്നാനും കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടായാൽ മതി. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ സ്നേഹമൊക്കെ അവിടെ ഇരുന്നോട്ടെ, ദാമ്പത്യ ജീവിതം കെട്ടുറപ്പില്ലെങ്കിൽ പണി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും വിള്ളൽ വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് ജ്യോതിഷം നോക്കാനും വൈദ്യപരമായിട്ടും മാന്ത്രികപരമായിട്ടും ഒക്കെ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വിളിക്കും വരും ചെയ്യുന്നത് കൊണ്ടാണ്. ഇത് നിങ്ങളുടെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞു തന്നെ. പിന്നെ ഇതെന്താ വെച്ചാൽ ഈ തൈലങ്ങളെ കൊണ്ടൊക്കെ ലിംഗത്തിന്റെ പുറമെയുള്ള കാര്യങ്ങളേ നടക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ബലഹീനത, ബ്ലോക്ക്, രക്തോട്ടം, ചുങ്ങിപ്പോവുക, വണ്ണം കുറയുക, നീളം കുറയുക, ഇമാതിരി കാര്യങ്ങളൊക്കെ ഇതോട് റെഡിയാവും. പക്ഷെ ഉദ്ധാരണമില്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈത്തപ്പഴം, ബദാം പരിപ്പ്, മുട്ട, പാല് ഇതൊക്കെ കണ്ടിന്യൂ ആയിട്ട് കഴിക്കണം. ഒരു 2 ദിവസം ഓരോ മുട്ട തിന്നു കഴിഞ്ഞാൽ നമ്മൾ മുട്ടമണി പെട്ടെന്ന് എണീക്കൊന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം വെച്ചാൽ നമ്മൾ നമ്മളെക്കുറിച്ച് സ്റ്റഡി ചെയ്യണം. നമുക്ക് അതിൻ്റെ പോഷകക്കുറവ് നമ്മൾ റിക്കവർ ആക്കണം. നമ്മൾ ഇന്നലെ ബിരിയാണി തിന്നു, ഇന്നലെ ചിക്കൻ ചുക്ക തിന്നുന്നത് പറ്റല്ല, ഈ ചിക്കനിൽ നിന്ന് ചുക്കും കിട്ടാല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന് ഈത്തപ്പഴം കഴിച്ചാൽ ഷുഗർ, മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ, പാല് കുടിച്ചാൽ കഫം കെട്ട്, ഇങ്ങനെ ഒരു കാര്യം കഴിക്കാനും പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്താണ് ഇതിന് സപ്ലിമെന്റ് ആയിട്ട് എടുക്കേണ്ടത്. അതിന് ചില നായക്കൊരെണ്ണ പരിപ്പ്, ശതാവരിക്കിഴങ്ങ്, നിലപ്പനക്കിഴങ്ങ്, പാൽമുതിക്കും കിഴങ്ങ്, ഇലവങ്കം, മുരിയാക്കുരു, സഫേദ് മുസ്ലി, താമരയല്ലി, അങ്ങനെ കുറേ ഇലവൻ പശ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മരുന്നുകളുണ്ട്. ഈ 16, 10, 12 കൂട്ടം മരുന്നിൻ്റെയൊക്കെ കോമ്പിനേഷനിലുള്ള പൗഡറാണ് ധാതുപുഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ 1 ടീസ്പൂൺ രാവിലെയും 1 ടീസ്പൂൺ രാത്രിയും ആണ് കഴിക്കേണ്ടത്. ഇത് രാവിലെ ചുടുവെള്ളത്തിലും രാത്രി പാലിലും കഴിക്കുകയാണ് നല്ലത്. പാല് കുടിക്കാൻ പറ്റാത്തവർക്ക് 2 നേരം ചുടുവെള്ളത്തിൽ കഴിക്കാം. ഇത് കഴിക്കുമ്പോഴും 2 ദിവസം കഴിച്ചാവില്ല. നമ്മുടെ ഈ ശരീരത്തിൽ നഷ്ടപ്പെട്ടു പോയ ഉദ്ധാരണ ശേഷി നഷ്ടപ്പെടാൻ കാരണം തന്നെ പോഷകമാണ്. ഈ പോഷകം നമ്മളിൽ റിക്കവർ ആയി വന്ന് നമുക്ക് മനസ്സിൽ വികാരം തോന്നുമ്പോൾ ലിംഗത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ചെയ്യുന്ന ഒരു പ്രക്രിയ നടന്ന് ശരിയാവണം. അപ്പോഴാണ് നമുക്ക് മനസ്സിൽ വികാരം തോന്നുമ്പോൾ ലിംഗത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ചെയ്ത് അതിനെ ഉദ്ധാരണ പവറിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സ് ഉണ്ട്. അത് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ്. ധാതുപുഷ്ടി എന്ന് പറഞ്ഞൊരു എനർജിയാണ്. ഇത് ഉണ്ടാവാനുള്ള പോഷകം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആവില്ല. അത് 1.5 കിലോനൊക്കെ കഴിക്കുമ്പോഴാണ് നല്ല രീതിയിലാവുക. അത് ഏറ്റവും കുറഞ്ഞത് എന്താണ്, നമുക്ക് ഒരു 3 പാക്കറ്റെങ്കിലും കഴിക്കണം. പിന്നെ നമ്മൾ ഈ പോഷകങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അതിനെ ഊർജം ആരോഗ്യമാക്കി മാറ്റണമെങ്കിൽ നമ്മൾ നന്നായി വ്യായാമം കൂടി ചെയ്യണം. മുന്നത്തെ കാലത്തെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അത്യാവശ്യം ദേഹം ഇളകേണ്ട പണി അവരുടെ വീട്ടിലുണ്ട്. തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വെട്ടിക്കളിക്കാനോ കുത്തിക്കളിക്കാനോ അങ്ങനെയുള്ള ദേഹം ഇളകുന്ന വർക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആഞ്ഞ് നടക്കണം. ഇപ്പം മോർണിംഗിലെ ആൾക്കാർ മോർണിംഗ് വാക്ക് എന്നിട്ട് അടിപൊളി ഷൂസ് നല്ല ബർമോടയൊക്കെ ഇട്ടിട്ട് നടക്കും, അല്ല ഇയർഫോണും അതൊക്കെ വെച്ചിട്ട്. ഇവിടെ വീട്ടിൽ കഥ പറഞ്ഞിരിക്കുന്ന പോലെ നടന്നിട്ട് 2-4 ആൾക്കാർ കഥ പറഞ്ഞ് നടക്കാം. ഈ നടത്തം വെറുതെ നേരം പോകാനുള്ള നടത്തം ഉറക്കം പോകാന്നല്ലാതെ വേറെ ഒരു കഥയില്ല. കാരണം നമ്മുടെ നടത്തത്തിന് വലിഞ്ഞ് കൈയും കാലും വീശി നടന്നിട്ട് വിയർക്കണം.
അപ്പോഴാണ് നമുക്ക് എന്താണ് ഒരു ഇത് കിട്ടുക. ഇല്ലെങ്കിൽ നിങ്ങൾ ബോഡി ജിംനേഷ്യത്തിന് പോയിട്ട് എക്സസൈസ് അവിടുന്ന് ചെയ്യുക. അങ്ങനല്ലെങ്കിൽ അപ്പോഴാണ് നമ്മൾ കഴിച്ച ഭക്ഷണത്തിന് നമ്മുടെ ശരീരത്തിലേക്ക് അത് ഊർജ്ജമായി ആരോഗ്യമായി ഹെൽത്തായി വരുള്ളൂ. അപ്പോഴാണ് നമുക്ക് ദാമ്പത്യ ജീവിതം സ്ട്രോങ് ആവുള്ളൂ. ഇത് തിന്നതൊക്കെ അവിടെ കുടിച്ചിട്ട് ദേഹങ്ങളെ കണ്ട് കാലുമ്പോ കാല് കയറ്റിച്ചിരിക്കും. എന്നിട്ട് എന്താണ് ഒരു ദാഹിച്ച വെള്ളം പോലെ അകത്ത് പോയി കുടിക്കില്ല. അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഈ ഇത് ഊർജ്ജമായിട്ട് വരില്ല. അവർക്ക് എന്താണ് നമ്മൾ ഈ മുട്ടിയും പാലും നിന്നത് അവിടെ കൊഴുപ്പായിട്ട് നിന്നിട്ട് കൊളസ്ട്രോളും അതുപോലെ തന്നെ സകല സാധനം കൂടിയിട്ട് കിളി പോന്നിട്ട് രോഗിയായി മാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ധാതുപുഷ്ടി എന്ന ചൂർണം നിങ്ങൾ കഴിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ആമസോണിൽ കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ പോസ്റ്റിൽ അയച്ചു തരാൻ പറ്റും. ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ പൈസ ആദ്യം ഗൂഗിൾ പേ ചെയ്ത് തന്നെങ്കിൽ മാത്രമാണ് നമ്മളിത് നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ പല ആളുകളും നമ്മളിത് അയച്ചു കൊടുക്കും, എന്നിട്ട് അവിടുന്ന് വാങ്ങിയില്ലെങ്കിൽ ആ സാധനം റിട്ടേൺ വന്നാൽ നമുക്ക് അതിന് ചിലവ് എത്രയാണെന്ന് വെച്ചാൽ 80-90 രൂപ പോസ്റ്റ് ചാർജും പാക്കിങ്ങും കൂടി ചിലവുണ്ട്. അപ്പോൾ അത് നഷ്ടം. പിന്നെ രണ്ടാമത് എന്താണ്, വാങ്ങിക്കഴിഞ്ഞെങ്കിൽ തന്നെ ഈ പോസ്റ്റ് ഓഫീസിൽ COD എന്നുള്ളൊരു ഓപ്ഷനിലാണ് ഇത് അയക്കുക. അങ്ങനെ വരുമ്പോൾ ആ പൈസ നമുക്ക് മാസത്തിലോ 15 ദിവസം കൂടുമ്പോൾ ഹെഡ് ഓഫീസിൽ പോയി ചെക്ക് മേടിച്ച് പിന്നെ ബാങ്കിൽ കൊണ്ടുപോയി മാറണം. അപ്പോൾ ഒരാളുടെ പൈസ കിട്ടണമെങ്കിൽ ഞാൻ അതിൻ്റെ പിന്നിൽ വട്ടം കാണണം. അപ്പോൾ ഈ വക പരിപാടിയൊന്നുമില്ല. പൈസ ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ടും അഡ്രസ്സും നമ്മുടെ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും നമ്മൾ അയച്ചു തരും, കിട്ടുന്നത് വരെ. ഒന്ന് ചിലപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ ഒക്കെ ലാഗിങ് വരും, ചിലപ്പോൾ അവിടത്തേക്ക് സോഫ്റ്റ്വെയർ കംപ്ലൈൻറ്റോടൊക്കെ ചിലപ്പോൾ 2ന്റെ എന്നുള്ളത് 3ന്റെ അന്നോ ചിലപ്പോൾ ഒരാഴ്ച വൈകിയെങ്കിൽ പോലും കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. നമ്മുടെ സ്ഥാപനം എന്ന് പറയുന്നത് കുന്നംകുളത്ത് നിന്ന് 500 ആൽത്തറ റോട്ടിൽ നമ്പീശൻപടി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിലാണ് കാർത്തിക ആയുർവേദിക്സ് എന്ന് പറയുന്നത്. ഇത് വലിയൊരു കമ്പനി എന്നല്ല, നമ്മൾ സ്വന്തമായിട്ട് ഒരു വൈദ്യരായതുകൊണ്ട് തന്നെ ഈ വക കാര്യത്തിന് വരുന്ന ആളുകൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരുന്നതാണ്. പക്ഷേ അത് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു സെറ്റപ്പ് മാത്രമേ. നമ്മൾ സാധനങ്ങൾ എടുക്കുക, മരുന്ന് എടുക്കുക, കഴുകി ഉണക്കി പൊടിക്കുക, എന്നിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുക, അത് നമ്മൾ അരിച്ച് പാക്ക് ചെയ്യുക, എത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇത് വലിയൊരു കമ്പനിയോ അത് ഭയങ്കര ഒരു വൈദ്യരാണ്, ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്ന് കരുതിയിട്ട് നമ്മുടെ സ്ഥാപനം വലിയ കംപ്ലീറ്റ് ഹൈടെക് സ്ഥാപനമോ അല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ ഒരു കസേര തന്നെ ആ തിരിയണത് മേടിച്ചത് ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ്. കാരണം വെച്ചാൽ 12-15 വർഷമായി ഇപ്പോൾ ഇരിക്കുന്നതോട് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റൂളുമിലായിരുന്നിരുന്നത്. ഇപ്പോൾ ഒരു കസേര മേടിച്ചത് തന്നെ നമ്മളിപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെതായ സൗകര്യക്കുറവ് വന്നപ്പോൾ. അതല്ലാതെ വലിയൊരു കമ്പനിയൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ അയച്ചു തരാൻ പറ്റും. അത് എവിടേക്ക് ഓൾ ഇന്ത്യ കിട്ടുന്നത് വരെ നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ അതിന് അങ്ങേയറ്റം ഫുഡ് സപ്ലിമെൻ്റ് ആണ്. അതിൽ സോഡിയം ബെൻസോയേറ്റ് പ്രിസർവേറ്റീവ് എന്ന് പറയുന്ന ഒരുപാട് കെമിക്കൽസ് ഒക്കെ ആൾക്കാർ ഇത് കേട് വരാതിരിക്കുക. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആഴ്ചയിലാണ് ഇത് പൊടിക്കുന്നത്. കാരണം ഒരു വലിയ ലോകം മുഴുവനും വിതരണം ചെയ്യാനുള്ള വലിയ മിഷനറി പാക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഞാനും എൻ്റെ ഭാര്യയും മക്കളും കൂടിയിട്ടാണ് ഇതൊക്കെ നിറയ്ക്കണമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വത്തോടു കൂടി തയ്യാറാക്കുന്നു എന്നുള്ള ഗ്യാരണ്ടി നമ്മളിലുണ്ട്. ഇത് ഫലിക്കുക എങ്ങനെയെന്ന് വെച്ചാൽ 100% ആളുകൾക്കും ലോകത്ത് ഒരു ഫലം കിട്ടുന്ന ഒരു സാധനം ഇറങ്ങിയിട്ടില്ല. 90% ആളുകൾക്കും വിജയമാണ്. കാരണം 100% ആരോഗ്യകരമാണ്. 90% ഇതിൻ്റെ ഗ്യാരണ്ടി. കാരണം ചില ആൾക്കാർക്ക് പല കാരണങ്ങളെ കൊണ്ടും തന്നെ ഇത് ഉദ്ധരിക്കാതെ ഇരുന്നേക്കാം. പോഷകമല്ല, ബ്ലോക്കും അല്ല, അതിൻ്റെ ഇടയിൽ കടബാധ്യത, കുടുംബകലഹം, മാനസിക സംഘർഷം, അങ്ങനെ അവർക്ക് തന്നെ തോന്നുന്നത് ശരിയാവില്ലാന്ന്. അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ ഇനി മരുന്നല്ല, മന്ത്രമല്ല, എന്ത് ചുക്കം ചുണ്ണാമ്പ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് എടുത്തു പറയുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളെ കൊണ്ട് തളർന്നതാണ് വെച്ചാൽ പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ മാറുള്ളൂ. ആരോഗ്യകരമായിട്ടുള്ള വൈറ്റമിൻസും അതുപോലെ പോഷകക്കുറവുകൊണ്ടാണ് ഇത് തളർന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒലയ്ക്കല്ല, അതിന് ഇരുമ്പിൻ്റെ ശക്തി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ട ആ കുടുംബം ഇന്നത്തെ കാലഘട്ടത്തിൽ കലങ്ങാണ്. അതല്ല, പണ്ട് എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതം ആരോഗ്യമല്ല എന്ന് കരുതിയിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള 4 ആളെ കാര്യം അറിയുള്ളൂ. എനിക്ക് ജ്യോതിഷപരമായിട്ടും വൈദ്യപരമായിട്ടും മാന്ത്രികപരമായിട്ടും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ 10-28 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ളത് കൊണ്ട് തന്നെ ജനങ്ങളുടെ ഇന്നത്തെ പ്രശ്നം ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആണിന് പെണ്ണിനും വേണ്ട, പെണ്ണിന് ആണിനും വേണ്ട എന്ന തരത്തിലേക്ക് മാറി കുടുംബം കലങ്ങി പിരിഞ്ഞ ലക്ഷക്കണക്കിന്, 1000-100 അല്ല,
ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിത് പറയാൻ കാരണം. നിങ്ങൾക്ക് മാനസികപരമായിട്ട് ഒരു ഇതുണ്ട്, എന്താണ് ഇത് ആൾക്കാരറിഞ്ഞാൽ എന്താണ്, ഇത് മറ്റുള്ളവർ അറിയോ എന്നുള്ളൊരു തോന്നല് കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ മുണ്ടാണ്ട് വെച്ചിരിക്കും. ഈ മിണ്ടാതെ വെച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഇതൊക്കെ പ്രശ്നമാണ്. കാരണം നമ്മുടെ പ്രശ്നം നമ്മൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് മരുന്നായിക്കോട്ടെ, മന്ത്രമായിക്കോട്ടെ, കൗൺസിലിംഗ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.